ക്ഷമേ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മിനിറ്റ് വെച്ചാണ് ഓരോ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് തന്നെ ഇത്രയധികം പീഡനം നേരിടുന്ന സ്ത്രീകൾ സിനിമാ മേഖലയിൽ, അതും കേരളത്തിലെ ഈ മോളിവുഡിലെ തൊഴിലിടത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം ഓരോ മിനിറ്റിലാണ് ഓരോ സ്ത്രീകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നെ ഇയാൾ പീഡിപ്പിച്ചു, പുറത്ത് പറയാതിരിക്കാനായിട്ട് നിർബന്ധിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ സന്തോഷിക്കുന്ന ഒരാളുണ്ട്. കാരണം പീഡന വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ നമുക്ക് വളരെയധികം സ്ത്രീകൾ ഒരു ദുഃഖമാണ്. പക്ഷേ ഇതിൽ സന്തോഷിക്കുന്ന ഒരാളുണ്ട്. അത് വേറെ ആരുമില്ല, നമ്മുടെ മലയാളത്തിലെ ചെകുത്താൻ. മലയാളത്തിലെ ചെകുത്താൻ എന്നൊന്നും ഞാൻ പറയുന്നില്ല, അജു അലക്സ്. ഇപ്പോൾ മോഹൻലാലിനെതിരെ തെറി പറയുന്നത് ഒക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. അവനെതിരെ ആര് പറയുന്നു അയാൾക്കെതിരെയാണ് ഇവൻ തെറി പറയുന്നത്. ഒരു സമയത്ത് നമുക്കറിയാം മറുനാടൻ മലയാളി എന്ന് പറഞ്ഞ ചാനലിനെതിരെയായിരുന്നു വാളെടുത്തുകൊണ്ടിരുന്നത്. അതിനു മുമ്പ് ശ്രീജറായി എന്ന് പറയുന്നൊരു വ്യക്തി, അയാൾക്കെതിരെ കൊടുത്തതൊക്കെ ഇരുപ്പതാണ് അജു അലക്സ്, അതൊക്കെ ഞാൻ സമ്മതിച്ചു തരാം. രണ്ടാമത് മോഹൻലാൽ ഫാൻസിനെതിരെ ഒരു ഘട്ടത്തിൽ ഇയാൾ തിരിയുന്നു. മോഹൻലാൽ ഫാൻസ് നിരന്തരം ചൊറിയുമായിരുന്നു, അതുകൊണ്ട് ഇപ്പോഴും തെറി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതിന് സിദ്ദിഖ് ഇയാൾക്കെതിരെ ഒരു പരാതി കൊടുത്തപ്പോൾ ഇയാൾ ജയിലിൽ പോയപ്പോൾ മോഹൻലാലിനെ വിട്ട് ഇയാൾ സിദ്ദിഖിന് നേരെ ഇപ്പോൾ തിരിഞ്ഞിരിക്കുകയാണ്. കാരണം സിദ്ദിഖിനെതിരെ ഒരു പീഡന പരാതി വന്നിട്ടുണ്ടല്ലോ, അതും ഹീനമായ രീതിയിലാണ് സിദ്ദിഖ് പീഡിപ്പിച്ചു എന്ന് പറയുന്നത്. ഇയാൾ അതങ്ങ് ആഘോഷിക്കുകയാണ്, എല്ലാവരെയും ആഘോഷിക്കുകയാണ്. ഇയാളെ തന്നെ മാർക്കറ്റ് ചെയ്തുകൊണ്ട് അത് ആഘോഷിക്കുകയാണ്. പോരാത്തതിന് ഇയാൾ ഒരു ഇട്ടിരിക്കുന്ന ഉടുപ്പിൽ തന്നെ ഇയാളുടെ ചിത്രം ആലേഖനം ചെയ്ത്, ഇയാൾ ഇരുമ്പഴിക്കുള്ളിൽ നിൽക്കുന്ന ചിത്രം ആലേഖനം ചെയ്ത് ചെസ് നമ്പർ വെച്ച് ഇയാൾ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇയാൾ വന്നു എന്നൊക്കെ പറഞ്ഞ് മോഹൻലാൽ വരാനായിട്ട് പുള്ളിക്കാരൻ കാത്തിരിക്കുകയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുള്ളിക്ക് മോഹൻലാലിനോട് അന്ധമായിട്ടുള്ള ശത്രുതയാണ്, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, അന്ധമായിട്ടുള്ള ശത്രുതയാണ്. ഇയാൾ അങ്ങ് ആഘോഷിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ കിടന്നുകൊണ്ട്. ഇയാളൊരു സാമൂഹിക വിരുദ്ധനാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ തർക്കവുമില്ല. കാരണം ഇയാളുടെ വായിൽ നിന്നും വരുന്ന അസഭ്യവർഷങ്ങൾ, പോരാത്ത ഇയാൾ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ്, ഇയാൾ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന രീതി, ഞാൻ പറയട്ടെ, ഇയാൾ അധിക്ഷേപിച്ചത്രയും ആരും സ്ത്രീകളെ അധിക്ഷേപിച്ചിട്ടില്ല സമൂഹ മാധ്യമങ്ങൾ വഴി എന്നാണ് എൻ്റെ വാക്കെന്ന് പറയുന്നത്. കാരണം ഇയാൾ ഈ മതത്തെ വിമർശിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് മതത്തെ അനുകൂലിക്കുന്ന സ്ത്രീകളെ ഇയാൾ അതിഭീകരമായിട്ട് വിമർശിക്കും. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ റീനു അലക്സോ അങ്ങനെ ഒരു സ്ത്രീയുണ്ട്, ഈ ഇസ്രായേലിൽ നിന്ന് ഈ ക്രിസ്ത്യൻ പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്ന ഒരു സ്ത്രീയാണ് റീനു അലക്സ് എന്ന് പറഞ്ഞത്. അവരെയൊക്കെ ഇയാൾ അധിക്ഷേപിക്കുന്നത് കാണണം. അവരോരോ വാക്കുകൾ പറയുമ്പം അതിഹീനമായിട്ടുള്ള, ഈ മുകേഷ് പറയുന്ന കേട്ടിട്ടില്ലേ, നിൻ്റെ ആർക്കും കൊടുക്കാത്ത നിൻ്റെ ആ സാധനം വാക്സ് വെച്ച് അടച്ചേരെ എന്ന് പറയുന്ന രീതിയിൽ മുകേഷ് സംസാരിക്കുമല്ലോ. അങ്ങനെ സംസാരിക്കുന്ന പോലെയാണ് ആ സ്ത്രീയൊക്കെ ഇയാൾ അധിക്ഷേപിച്ചിട്ടുള്ളത്, ഈ അജു അലക്സ് എന്ന് പറയുന്ന വ്യക്തി. അതൊക്കെ തപ്പിയെടുത്ത് ആ സ്ത്രീകളൊക്കെ പരാതി കൊടുക്കാൻ നിന്ന് ഇവൻ നടപടലം പൂട്ടിപ്പോകും. അങ്ങനെ പരാതി കൊടുക്കാനായിട്ട് സ്ത്രീകൾ തുനിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, ഇയാളുടെ പഴയ വീഡിയോ ഒക്കെ തപ്പിയെടുത്ത് അതിനകത്തുള്ള സ്ത്രീ വിരുദ്ധത, ഇയാൾ മറ്റുള്ള ആൾക്കാരെ സ്ത്രീകളെ അധിക്ഷേപിക്കുന്നതൊക്കെ തപ്പിയെടുത്ത് പറഞ്ഞാൽ മതനിന്ദ, മതസ്പർദ്ധ വളർത്തൽ. സത്യം പറഞ്ഞാൽ മോഹൻലാലിൻ്റെ ഫാൻസിൻ്റെ ഇടയിൽ കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞല്ല ഇയാൾക്കെതിരെ യഥാർത്ഥത്തിൽ കേസ് എടുക്കേണ്ടത്. ഇയാളെ അട്ടപട്ടലം പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ പൂട്ടാനുള്ള വകുപ്പുകൾ ഇയാളുടെ വീഡിയോയ്ക്കകത്ത് ഒരുപാടുണ്ട്. കാരണം അതൊന്നും ആൾക്കാർ ചെയ്യാത്ത എന്താണെന്നറിയാമോ? ചെയ്യാത്തതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാനോ ഷാമോ ചെയ്തു കഴിഞ്ഞാൽ കേസ് വരും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വിമർശിക്കുന്നത് ഒരു പ്രത്യേക മതത്തിനെയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് രാഷ്ട്രീയമുണ്ട്, ഒക്കെ പെടുത്തി കേസ് വരും. പക്ഷേ ഇയാൾ വിമർശിക്കുന്നത് 3 മതങ്ങളെയും 360 ഡിഗ്രി ആംഗിൾ വിമർശിക്കും. ഹിന്ദു മതത്തെ വിമർശിക്കും, ക്രിസ്ത്യാനിറ്റിയെ വിമർശിക്കും, മുസ്ലിങ്ങളെ അച്ചംപുച്ചം വിമർശിക്കും. അതുകൊണ്ട് ഈ മതത്തെ, അതായത് ഹിന്ദു മതത്തെ വിമർശിക്കുമ്പോൾ, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയെ വിമർശിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ ഒരു മുസ്ലിം ഇത് കാണുന്ന ഒരു മുസ്ലിം വിചാരിക്കുന്നത് അടുത്ത മതത്തിനെ വിമർശിക്കുമ്പോൾ അത് കാണാമല്ലോ. ക്രിസ്ത്യാനിയെ വിമർശിക്കുമ്പോൾ അവൻ വിചാരിക്കുന്നത് നമ്മളെ മാത്രമല്ല നിനക്കും ഉണ്ട് എന്നുള്ള രീതിയിലാണ്. ഹിന്ദുക്കളെ വിമർശിക്കുമ്പോൾ ഹിന്ദു വിചാരിക്കുന്നത് എന്താണ്? 3നെയും വിമർശിക്കുന്നുണ്ട്, എല്ലാത്തിനെയും അച്ചമുച്ചം വിമർശിക്കുന്നുണ്ട്, എന്നെ മാത്രമല്ല. ഏകപക്ഷീയമായിട്ടുള്ള വിമർശനമല്ല ഇവൻ നടത്തുന്നത്. ഇവൻ സംഘിയല്ല, കൊങ്ങിയല്ല, സുഡാപ്പിയല്ല, മനസ്സിലായില്ലേ? ഇവൻ അങ്ങനത്തെ ഒരു ആംഗിളില്ല. അതുകൊണ്ട് തന്നെ ആരും അങ്ങനെ കേസ് കൊടുക്കാനായിട്ട് മുതിരാറില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ക്രിയാത്മകമായിട്ടുള്ള വിമർശനവും തെറി പറച്ചിലും തമ്മിൽ ഭയങ്കര വ്യത്യാസമില്ലേ? അങ്ങനെ ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ. ഇപ്പോൾ കമൻറ്റ് വരാൻ പോകുന്നത്, എടാ പുല്ലേ നീ ശ്യാമിനെ പറയാൻ ചോദിക്കണം, കമൻറ്റ് പറയാം. അതിനു മുമ്പ് ശ്യാം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞോളായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവൻ ഇങ്ങനെ പറയുന്നുണ്ട് ഇവൻ്റെ കേസിൽ തന്നെ. അപ്പോൾ ഇവൻ ഈ നടിമാർ ആക്രമിക്കപ്പെട്ട് ഈ പീഡകരെന്ന് പറയുന്ന ആൾക്കാർ പുറത്ത് വരുമ്പോൾ ആഘോഷിക്കുക. എന്താണ് അഭിപ്രായം? ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്നത് മിനിറ്റിന് ഇങ്ങനെ വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു ദിവസം തന്നെ 5-6 വീഡിയോ ആണ് വരുന്നത്. ഇപ്പോൾ എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഇന്നിപ്പോൾ ഇതുവരെ വീഡിയോകൾ വന്നിട്ടില്ല കേട്ടോ. ഇന്നലെ വന്നിരിക്കുന്ന വീഡിയോയിൽ ചെസ് നമ്പർ 4 ഓൺ സ്റ്റേജ്
നാലാമത്തെ ആൾ ആരാണത്? ആരെ കുറിച്ചാണെന്ന് ഞാൻ പറഞ്ഞു കണ്ടില്ല, തുറന്നു നോക്കത്തില്ല. തുറന്നു നോക്കി കഴിഞ്ഞാൽ പറയുന്നത് പോലെ ഞാൻ അവിടെ ഇവിടെ കണ്ടു. ഞാൻ ഇയാളെ കാണാൻ ശ്രമിക്കാറില്ല. അവിടെ എവിടെയൊക്കെ ഇയാൾ ഈ നടത്തുന്ന ക്ലിപ്പൊക്കെ വെട്ടി ഈ ഗ്രൂപ്പുകളിലൊക്കെ വരുമല്ലോ, ഗ്രൂപ്പുകൾ കൊണ്ടിടും. മോഹൻലാലിന്റെ ഗ്രൂപ്പിൽ മോഹൻലാലിന്റെ ഫാൻസ് തന്നെ ഇത് കൊണ്ടിട്ട് അവന്മാർക്ക് എന്തിന്റെ കുഴപ്പമാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. മോഹൻലാലിന്റെ തെറി പറയുന്ന സാധനമാണ്, ഇവനെ തെറി പറഞ്ഞുകൊണ്ട് ഇവന് പ്രൊമോഷൻ കൊടുക്കുകയാണ് അവിടെ. അതെ, ഇവന് ആ പ്രൊമോഷനാണ് വേണ്ടുന്നത്. പക്ഷെ ഇവന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവനെ നമ്മൾ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവൻ സിനിമ കാണാതെ സിനിമയെ വിമർശിക്കും. അവൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അവൻ ട്രെയിലറും ടീസറും ഒക്കെ കാണുമ്പോൾ അവന് സിനിമ കൊള്ളത്തില്ലെന്ന് തോന്നുന്നത് കൊണ്ട് അവൻ സിനിമ കൊള്ളത്തില്ലെന്നൊക്കെ പറയുക. അത് എത്ര രൂപ ചെലവാക്കി, എത്ര പേരുടെ അധ്വാനം. അവനോട് നമുക്ക് ഇപ്പോഴും യാതൊരു തരത്തിലും അവനോട് നമ്മൾ യോജിച്ചു പോകാൻ ഒരു കാരണവശാലും ഷടാ അവൻ പറഞ്ഞതെല്ലാം നല്ല കാര്യമാണ് എന്ന് പറയാൻ നമ്മൾ തയ്യാറല്ല. വാ തുറന്ന വരുന്നത് എന്തൊക്കെ അറിയാമോ? സ്ത്രീ വിരുദ്ധത, അധിക്ഷേപം, രാജ്യവിരുദ്ധത, മതനിന്ദ, വേറെ എന്തൊക്കെയാണോ ഈ ലോകത്ത് വകുപ്പിടാൻ പറ്റുന്നത് എല്ലാ വകുപ്പും ഇവന്റെ വാക്യത്തുന്നു. ഇവന്റെ വായിന്ന് ഇവന്റെ സർവ്വതിനെയും ഇവൻ കയറിയിരുന്ന് ഇങ്ങനെ വിമർശിച്ചുകൊണ്ടേയിരിക്കും. ഇവന്റെ ഭാഷ, ഇവൻ ഉപയോഗിക്കുന്ന സംസാര രീതി ശരിയല്ല. നേരത്തെ ധനുഷ് പറഞ്ഞ പോലെ തന്നെ മുകേഷ് ഒരു സ്ത്രീയോട് പറഞ്ഞു എന്ന് പറയുന്ന ആ വാക്ക്, അതിനേക്കാൾ ഭീകരമായിട്ടുള്ള വാക്കുകളാണ് പലപ്പോഴും ഇവന്റെ വായിൽ നിന്ന്. ഇവന്റെ പഴയ വീഡിയോകളൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം. അതിൽ കുറേ എണ്ണമൊക്കെ ഇവൻ ഡിലീറ്റ് ചെയ്തു കേട്ടോ. കുറേ വീഡിയോകളൊക്കെ ഇവൻ പിൻവലിച്ചു എന്നാണ് നേരത്തെ ഇവനോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്. ചില വീഡിയോകളൊക്കെ പിൻവലിച്ചു കഴിഞ്ഞല്ലോ. ബുദ്ധിമാനായ ജഗത്താന, ബുദ്ധിമാനാണ് ഇവൻ. തെറി പറഞ്ഞ് ഇവനെ നാട്ടുകാർ തെറി പറഞ്ഞതിൽ നിന്ന് ഇവന് വരുന്ന വരുമാനം വെച്ച് അതിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. അതായത് ഇവനൊരു വീഡിയോ ഇടും, അതിൻ്റെ ഒരു ഇത് ഞാൻ പറഞ്ഞു, അതിൻ്റെ ഒരു സാമ്പത്തികമായിട്ടുള്ള വശം. ഒരു വീഡിയോ ഇടുന്നു ഫേസ്ബുക്കിൽ. പണ്ട് ഫേസ്ബുക്കിൽ, ഇപ്പോൾ ഫേസ്ബുക്കിൽ റവന്യൂ ഒന്നുമില്ല, പണ്ടൊക്കെ ആണെങ്കിൽ നല്ല റവന്യൂ വരുന്ന കാലഘട്ടമാണ്. അതായത് വീഡിയോ ഒരു 100 പേര് കണ്ടു കഴിഞ്ഞാൽ, അല്ല 100K, അതായത് 100K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലക്ഷം ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞത് അതിൻ്റെ കാണുന്നതിൻ്റെ ദൈർഘ്യം അനുസരിച്ചാണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റുള്ള വീഡിയോ ആണെങ്കിൽ 100K ആൾക്കാർ കണ്ടു. ഒരു 100K ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ആ 10 മിനിറ്റുള്ള വീഡിയോ ആൾക്കാർ 5 മിനിറ്റിൽ കൂടുതൽ കാണുകയാണെങ്കിൽ, 5 മിനിറ്റിൽ കൂടുതൽ ഈ ആൾക്കാർ കാണുകയാണെങ്കിൽ 1 ലക്ഷം പേര് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു $150 കിട്ടും. ആ ദൈർഘ്യം അനുസരിച്ചാണ്. വളരെ കുറവാണെങ്കിൽ മിനിമം ഒരു $50 കിട്ടും. $50 എന്ന് പറഞ്ഞാൽ 4500 രൂപയായി ഇന്നത്തെ മാർക്കറ്റിൽ. ആ 4000 അത്രയും ഒരു ദിവസം കൊണ്ട് ഇവൻ്റെ വീഡിയോ ചിലപ്പോൾ 1 മില്യണൊക്കെ. ഈ വേറെ സ്ത്രീകളെ തെറി വിളിക്കുന്നത്, അധിക്ഷേപിക്കുന്നത്, മോഹൻലാലിനെ അധിക്ഷേപിക്കുന്നത്, രാജ്യവിരുദ്ധത പറയുന്നത്, ഇതെല്ലാം ഓടി അങ്ങ് കയറും. 1 മില്യൺ 1.5 മില്യണൊക്കെ. അതിൻ്റെ ഓട്ടം 1.5-2 ദിവസത്തിൽ നിൽക്കുമ്പോൾ ഉള്ളത് പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 1 മില്യൺ ഓടിക്കഴിഞ്ഞ വീഡിയോയ്ക്ക് എങ്ങനെ പോയിരുന്നാലും ഇയാൾക്കൊരു $500, $600, $700 കിട്ടിയെന്ന് വിചാരിക്കുക. $700 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 35,000, 40,000, 45,000 രൂപയൊക്കെയാണ് $700 എന്നൊക്കെ പറയുന്നത്. 45,000 അല്ല, 50,000 രൂപയ്ക്ക് മേലെയാണ്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ വീഡിയോ എന്ത് ചെയ്യും? ഡോളർ വന്നത് തന്നെയാണ്. ഡോളർ വന്നിട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും വന്ന ഡോളർ അവിടെ തന്നെ കിടക്കും. വീഡിയോ നമുക്ക് പ്രൈവറ്റ് ആക്കി ഇടാം. പ്രൈവറ്റ് ആക്കി ഇട്ടാലും ആഡ് ആയിട്ടുള്ള മൊത്തം ഡോളർ അവിടെ കിടക്കും. അപ്പോൾ തെറി പറഞ്ഞ് ഡോളർ ഉണ്ടാക്കി വീഡിയോ അങ്ങ് പ്രൈവറ്റ് ആക്കി ഇട്ടാൽ മതി, സംഭവം നടക്കും. ഇതാണ് അതിന്റെ ഒരു പക്ഷേ. പിന്നീട് നമ്മൾ ചെന്ന് നോക്കുമ്പോൾ ആ വീഡിയോ അവിടെ കാണത്തില്ല. കിട്ടിയ പൈസ കിട്ടുകയും ചെയ്തു, ഡോളർ പോയിട്ടുമില്ല. അങ്ങനെ ഒരു സാമ്പത്തിക വശമായിരുന്നു. പക്ഷെ ഇപ്പം ഫേസ്ബുക്കിന് ഇതാണ് ഏറ്റവും വലിയ കുരുവായി മാറിയിരിക്കുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിന് ഇതുപോലുള്ള അലവലാദികൾ ഉള്ളത് കൊണ്ട് ഫേസ്ബുക്കിൽ ഈ അലവലാദികളുടെയൊക്കെ ഈ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും മതനിന്ദയും മതസ്പർദ്ധയും രാജ്യവിരുദ്ധതയൊക്കെ പറയുന്നതിന് അകത്താണല്ലോ ഈ പരസ്യങ്ങൾ കയറി പോകുന്നത്. ആ പരസ്യ കമ്പനികൾക്ക് ഇത് വലിയ അവമതിപ്പ് ഉണ്ടാകുന്നുണ്ട്. ഇവൻ സുഡാപ്പികളെ തെറി പറയുന്ന ഒരു വീഡിയോയ്ക്കകത്ത് ഒരു പരസ്യം കയറി പോകുമ്പോൾ സുഡാപ്പികളെല്ലാം കൂടെ ഇവനെ ബഹിഷ്കരിക്കുന്നതിന് പോലെ ആ പരസ്യ കമ്പനിയെ പോയി ബഹിഷ്കരിക്കും. ഫേസ്ബുക്കിൽ നിന്ന് ആ പരസ്യ കമ്പനി വിട്ടുപോകും നിങ്ങൾ കാരണമെന്ന് പറഞ്ഞ്. ഇപ്പോൾ ഫേസ്ബുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുക, തലവേദനയാണ്. അതെ, ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഈ റമ്മി കളി ഉണ്ടല്ലോ, റമ്മി കളിക്കെതിരെ വലിയ രൂക്ഷമായിട്ടൊരു ചർച്ച നടക്കുന്നതിനകത്ത് ഞാൻ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ചർച്ച. റമ്മിയുടെ പരസ്യം ഓട്ടോമാറ്റിക്കായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലേ? സിദ്ദിഖ് ഞാൻ നോക്കിയപ്പോ ഈ നമ്മുടെ ലാല് ജംഗ്ലി റമ്മി എതിരെ ലാലിന്റെ പരസ്യമാണല്ലോ ജംഗ്ലി റമ്മി വരുന്നത്. ജംഗ്ലി റമ്മിയില് ലാല് പരസ്യം വരുന്നത് കൊണ്ട് തന്നെ ലാല് പറഞ്ഞിട്ടാണ് ഇത് ആൾക്കാർ കളിക്കുന്നതും മരിക്കുന്നതും എന്ന് പറഞ്ഞൊരു വാർത്ത കാണുന്നു. ആ വാർത്തക്കകത്ത് ജംഗ്ലി റമ്മി ലാല് പറയുന്ന പരസ്യം, അങ്ങനെ ഒരു പരസ്യമൊക്കെ വിട്ടു. അപ്പൊ അങ്ങനെയുള്ള സാമ്പത്തിക വശമൊക്കെ ഇതിനകത്തുണ്ട്. അപ്പൊ അതൊക്കെ മാക്സിമം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? സമൂഹത്തിൽ ഇത്തരത്തിലുള്ള വിഷപ്രചാരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്, വാർത്ത കൊടുക്കുന്നതും അല്ലെങ്കിൽ അതിനെ ക്രിയാത്മകമായിട്ട് വിമർശിക്കുന്നതും നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ തെറിയാണ് പറയുന്നത്. തെറി പറഞ്ഞ് ഇവനിപ്പോ മോഹൻലാലിന്റെ പേര് ഇതിൽ വരണം. മോഹൻലാലിന്റെ പേര് അവന് പറയാൻ പറ്റില്ല. കാരണം മോഹൻലാലിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേലെ മോഹൻലാലിന്റെ അടിച്ച് അലവനെ തിരിക്കുമോ? അതെ, മോഹൻലാലിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. മോഹൻലാലിന് വേണ്ടി. അതുകൊണ്ടാണ് അല്ല, ഇതൊരു തരം, ഞാൻ ഒരു കാര്യം പറയട്ടെ ക്ഷാമ, ഇതൊരു തരം ഇത് കണ്ടോ എത്ര വീഡിയോ നോക്കി 2 ദിവസം. അതെ.
തുരുതുരാവാരിയുടെ ഒരു തരം മനോവൈകൃതമാണിത്. മനസ്സിലായില്ലേ? ഇത് ഒരു തരം മനോവൈകൃതമാണ് എന്ന് മാത്രമേ പറയൂ. ഇപ്പോൾ എൻ്റെ വീട്ടിൽ തൊട്ടടുത്തൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു വയസ്സായ സ്ത്രീ. അവരെ എന്ന് പറഞ്ഞാൽ എല്ലാവരും തഴഞ്ഞിട്ടിരിക്കുകയാണ്. തഴഞ്ഞിട്ടിരിക്കുന്ന പോലെ ആര് എന്ത് പറഞ്ഞാലും വിശ്വസിച്ച് അവർ പോരിന് പോകുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഷാമിനോട് എന്തെങ്കിലും ഒരു ശത്രുത ഉണ്ടെന്ന് വെച്ചോ, ഞാൻ ആ സ്ത്രീയോട് ചെന്നിട്ട് നിങ്ങളെക്കുറിച്ച് ഷാം എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ? ഷാമിന് അവർക്ക് അറിഞ്ഞേ കൂടെ ആയിരിക്കും ഇങ്ങനെയാണ് പറഞ്ഞത്. ഷാമിൻ്റെ അടുത്ത് അവർ വന്ന് രാത്രി 12 തൊട്ട് രാവിലെ 4 മണി വരെ വേണമെങ്കിൽ നിർത്താതെ തെറി വിളിച്ചോളൂ. സീരിയസ്ലി തെറി വിളിച്ചോളൂ. അതൊരു മനോവൈകൃതമാണ്. തിരിച്ചു വിടാനായിട്ട് പറ്റും. മനസ്സിലായേ? അതുപോലെയാണ് ഇയാളുടെ സ്വഭാവം. ഇയാൾ മോഹൻലാൽ ആദ്യം ചെറായി മറുനാടൻ, പിന്നെ മോഹൻലാൽ ഇപ്പൊ ഞാൻ ഇയാളുടെക്കെതിരെ വീഡിയോ എടുത്ത് ചൊറിയുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇയാളുടെ ടാർഗറ്റ് ഞാനായിരിക്കും. നിരന്തരം ഒരു ആവശ്യവും വേണ്ട, ചുമ്മാ അങ്ങ് തെറി വിളിച്ചുകൊണ്ടേയിരിക്കും. അതാണ് അതൊരു മാനസികമായിട്ടുള്ളൊരു പ്രശ്നമാണ്. അത് എനിക്ക് തോന്നുന്നത് ഇയാൾ സംസാരിക്കുന്നത് ലോജിക്കലായിട്ടാണ് ഇയാൾക്ക് തോന്നുന്നതെങ്കിൽ ഇയാൾക്ക് വേണ്ടത് നല്ല രീതിയിലുള്ള ഒരു കൗൺസിലിംഗ് ആണ്. മാനസികമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉള്ള ടീമാണ്. അത് ഞാൻ വളരെ സഹതാപത്തോടു കൂടിയാണ് പറയുന്നതെന്ന് കൂട്ടിക്കോ. മാനസികമായിട്ടുള്ള ഒരു കൗൺസിലിംഗ് വേണം. ഇപ്പൊ സമൂഹത്തിൽ ഒന്നെങ്കിൽ ഇയാൾക്ക് മാനസികമായിട്ടുള്ള കൗൺസിലിംഗ് വേണം, അല്ലെങ്കിൽ പോലീസ് ഇടപെടണം. കാരണം ഇയാൾക്ക് ഒന്നെങ്കിൽ പൈസ സമൂഹത്തിൽ ജീവിക്കാനുള്ളൊരു ഉപാധിയായിട്ടാണ് ഇതിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ തന്നെ വീഡിയോ വരുന്നത്. രണ്ടാമത്തെ കാര്യം, അല്ലെങ്കിൽ മാനസിക പ്രശ്നം. നേരത്തെ ഷാമിന് അറിയാമെന്ന് എനിക്കറിയില്ല, നേരത്തെ ഇതുപോലെ ഇയാളുടെ അതേ സമാന മനസ്ഥിതിയായിട്ടുള്ള ഒരുത്തം വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ പേര് ഞാൻ മറന്നുപോയി. അവനെ പിന്നീട് കഞ്ചാവ് കേസിലൊക്കെ പിടിച്ചിട്ടുണ്ട്. അവളെ കഞ്ചാവായിരുന്നു. കഞ്ചാവ് അടിച്ച് മാനസിക നില തെറ്റിപ്പോയി. മാനസിക നില തെറ്റിയിട്ട് ഇവൻ്റെ ഹാലൂസിനേഷനിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് ഇവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പൃഥ്വിരാജും റോമയും തമ്മിലുള്ള അവിഹിത ബന്ധം എന്നൊക്കെ പറഞ്ഞ പച്ചയ്ക്ക് പറയുകയാണ്. എന്നിട്ട് ഇവൻ പറയുകയാണ് ഇതൊക്കെ പറഞ്ഞപ്പോൾ ഇവൻ ലൈവിൽ വരും. ഒരു ദിവസം ലൈവിൽ വന്നിട്ട് രാവിലെ ഇത് പറഞ്ഞ ലൈവിൽ വരും, വൈകുന്നേരം ആകുമ്പോൾ ഇവൻ പിന്നീട് ലൈവിൽ വരും. ലൈവിൽ വരുമ്പോൾ ഇവൻ്റെ ദേഹമൊക്കെ ഇങ്ങനെ കീറിയൊക്കെ ഇരിക്കുന്നതാണ്. എന്നിട്ട് അവൻ പറയും പൃഥ്വിരാജിൻ്റെ ആൾക്കാർ ഇപ്പം എൻ്റെ വീട്ടിൽ വന്നിരുന്നു, എന്നെ അടിച്ചതാണ്. ഞാൻ എന്താ ഈ കണ്ടോ കൈ ഇരിക്കുന്ന ഒരു ചുറ്റിക എടുത്ത് കാണിക്കും, ഇത് വെച്ച് ഞാൻ അവരെല്ലാം അടിച്ചോട്ടിച്ചു എന്ന് പറഞ്ഞാൽ അത് താഴ്ത്തി വയ്ക്കും. ഇങ്ങനെ നമുക്ക് ഇതൊരു മനസ്സിലായില്ലേ? ഇത് അവൻ്റെ ഹാലൂസിനേഷനിൽ നിന്ന് അവൻ സംഭവമാണ്. അപ്പൊ അതിന്റെ വേറൊരു സംഭവമാണ് ഈ ചെകുത്താൻ എന്ന് പറയുന്നത്. ഇവൻ സത്യം പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ ടു ബി ഫ്രാങ്ക് ഒരു രോഗാവസ്ഥ ഉള്ള ഒരാളായിട്ടാണ് കണക്കാക്കുന്നത്. ആണെന്നേ. ഇവന്റെ ചെറുപ്പകാലം മുതലേ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ട്, ഒന്നെങ്കിൽ അദ്ദേഹം മയക്കുമരുന്ന് കഞ്ചാവൊക്കെ അടിമപ്പെട്ടിരിക്കാം, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചില്ല, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ട്രാജഡി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും മാനസികമായിട്ടുള്ള ഒരു അസുഖം അദ്ദേഹത്തിന് വന്ന് ഭവിച്ചിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ ഇങ്ങനെ ഒരാള് ഒരു സമൂഹത്തിലെ മൊത്തത്തിൽ ഒരു സാമൂഹിക വിരുദ്ധനായിട്ട് മാറില്ല. അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചികിത്സയുടെ ആവശ്യമാണ് വേണ്ടത്. ഇവന്റെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്നുകിൽ ഇവന്റെ വീഡിയോ ഏതെങ്കിലും കാറിനകത്തായിരിക്കും, അല്ലെങ്കിൽ ഇവന്റെ ഫ്ലാറ്റിനകത്തായിരിക്കും. ഇവൻ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി വരില്ല. ഇവൻ പൊതുസമൂഹത്തിൽ ആൾക്കൂട്ടത്തിനിടയിൽ ഇവൻ വരില്ല. ആൾക്കൂട്ടത്തിനിടയിൽ ഇവൻ വന്നു കഴിഞ്ഞാൽ ഇവനെ ആരെങ്കിലും കൈവെക്കും എന്നുള്ള കാര്യം ഇവനറിയാം. ആരെങ്കിലും ഇവനെ ശാരീരികമായി ഉപദ്രവിക്കും. ഈ ആറാട്ടെണ്ണനൊക്കെ ഈ തോന്നിവാസങ്ങളൊക്കെ കാണിച്ച് നടക്കുന്നെങ്കിലും പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കും. പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കുകയും ചെയ്യും. ആറാട്ടെണ്ണ അടിയും മേടിക്കും. അടി കൊണ്ടാലും ഇത് പ്രതികരിക്കത്തില്ല ആറാട്ടൻ. തിരിച്ച് അങ്ങനെ അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ തിരിച്ച് അവരോട് എന്തെങ്കിലും പറയാനൊന്നും ആറാട്ടൻ ശ്രമിക്കാറില്ല. മറ്റവനും ഒരുമാതിരിയൊക്കെ പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കും. വേറൊരു ഇതുണ്ടല്ലോ, അലിൻ ജോസ് പെരേര, അവന് ഒരുമാതിരിയൊക്കെ പുറത്തിറങ്ങി നടപ്പം നിർത്തി. ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഒതുങ്ങി. കാരണം ആ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഓരോ സിനിമ റിലീസ് ആകുമ്പോഴും ഓരോ മാനസിക രോഗിയും കൂടെ റിലീസ് ഔട്ട്ഡേറ്റഡ് ആയി. ഇപ്പൊ അവന്മാരുടെ ആ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ തങ്കാളൻ സിനിമ ഇറങ്ങിയപ്പം വിക്രം പോസ്റ്ററിൽ വരുന്ന പോലെ ജട്ടിയൊക്കെ ഇട്ടിരിക്കുന്നു. പിടിച്ച് അടി കൊടുത്ത് പുറത്താക്കണം. സത്യം പറഞ്ഞാല് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. ഇന്ത്യൻ 2 ഇറങ്ങുമ്പം കമൽഹാസനെ പോലെ തലയിൽ മറ്റേ വെള്ള കളറൊക്കെ അടിച്ച് കമൽഹാസനായിട്ട് വരുന്നു. ഇപ്പൊ അങ്ങനെയാണ് ട്രെൻഡ്. പണ്ട് റിവ്യൂ ആയിരുന്നു, ഇപ്പം ഡ്രസ്സ് ചെയ്ത് അതുപോലെ ഡ്രസ്സ് ചെയ്ത് വന്ന് റിവ്യൂ പറയുന്നതാണ് ട്രെൻഡ്. നേരത്തെ അതിന് മുമ്പ് ഒരു സംഭവം ആക്ഷൻ രംഗങ്ങളിലൂടെ റിവ്യൂ പറയുക. എന്തോരം തരം മാനസിക, സത്യം പറഞ്ഞാൽ എനിക്ക് വയ്യ ഇത് പറഞ്ഞു. ഇവനിപ്പോ ഓഗസ്റ്റ് 8-ാം തീയതിയാണ് ഇവനെ പോലീസ് പിടിച്ചത്. ഇന്നിപ്പോ ഓഗസ്റ്റ് 26-ആയി. ഏതാണ്ട് 2 ആഴ്ചയ്ക്ക് ശേഷം ഇവൻ വല്ല കൂടുപാത്രവും ചെയ്തതാണെന്ന് അറിയില്ല. പരാതിക്കാരനായിട്ടുള്ള സിദ്ദിഖിനെ വീണു. സിദ്ദിഖ് എന്ന വൻമരം താഴെ പോയി. അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്ന ആൾ താഴെ പോയി. അയാൾക്ക് മാധ്യമങ്ങളുടെ മുന്നിൽ വരാൻ സാധിക്കുന്നില്ല, മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് വിശദീകരിക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ അദ്ദേഹം കൊണ്ട് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ആ സ്ത്രീക്കെതിരെ. രേവതിക്കെതിരെ കൊണ്ടുപോയി അദ്ദേഹം, രേവതി പരാതി കൊടുക്കുന്നതിന് മുമ്പേ അദ്ദേഹം പരാതി കൊടുത്തിരിക്കുന്നു. അദ്ദേഹം ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനം, ഞാൻ ആ പരാതിയിൽ ശ്രദ്ധിച്ചപ്പോൾ അതുകൂടി പറയാമല്ലോ. ആ പരാതി ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായൊരു അദ്ദേഹം പരാതിയിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന സാധനം എന്താണെന്ന് അറിയാമോ? 2016-ൽ രേവതിക്ക് 18 വയസ്സിൽ കൂടുതലുണ്ടായിരുന്നു.
അത് ജനിച്ച സർട്ടിഫിക്കറ്റ്, ഈ ജനന SSLCയുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അടക്കം കൊണ്ടുവച്ചിട്ടാണ് അദ്ദേഹം കൊണ്ടുവന്ന് പരാതി കൊടുത്തിരിക്കുന്നത്. ആ പരാതിയിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, ചൈനയിൽ ഇവർ പഠനത്തിന് പോയപ്പോൾ അവിടുത്തെ ഡ്രോപ്പ് ഔട്ട് ആയ അതെ, അവിടെയുള്ള കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥിനിയുടെ നഗ്ന ദൃശ്യങ്ങൾ എടുത്ത് പ്രചരിപ്പിച്ചതിൽ ഇവർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതൊരു ന്യായീകരണമായിട്ട് നിയമ വിദഗ്ധരോട് ചോദിക്കേണ്ടതാ, അത് ന്യായീകരണമായിട്ട് നമുക്ക് അതെങ്ങനെയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ അത് ക്രൈമായിട്ട് അത് അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിങ്ക് സിനിമ കണ്ടിട്ടുണ്ടോ? പിങ്ക് പറയുന്ന ഇതാണ്, ഒരു സ്ത്രീ വേശ്യ ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, പക്ഷേ അവരുടെ ദേഹത്ത് തൊടാനുള്ള അനുവാദം നിങ്ങൾക്കില്ല, അവരുടെ സമ്മതമില്ല. അവർ നോ പറഞ്ഞാൽ നോ ആണ്. അതാണ് പിങ്ക് സിനിമ പറയുന്നത്. ആ സിനിമയിൽ പറയുന്ന കാര്യം വളരെ കറക്റ്റാണ്. അവർ എന്ത് ക്രൈം സീനും ആയിക്കോട്ടെ, അവരുടെ പൂർവ്വകാലത്ത് അവർ ക്രൈമിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നിരിക്കട്ടെ, എന്ന് വെച്ച് അവരെ പീഡിപ്പിക്കാനുള്ള അവകാശമുണ്ടോ? അവരെ പ്രകൃതി വിരുദ്ധ പീഡനത്തിൽ ഇരയാക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, അത് നടക്കുന്ന കാര്യമല്ലല്ലോ. ചേട്ടാ അവർ പണ്ട് പഴയായിരുന്നു, അതുകൊണ്ട് ഞാൻ കയറി അവരെങ്ങനെ ചെയ്ത് കളയും എന്നൊക്കെ പറഞ്ഞാൽ അത് ഇവിടുത്തെ കാട്ടാളൻ നിയമമല്ലേ, കാട്ടുനീതിയാണ് നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. അത് ഈ പരാതി ഞാൻ വായിച്ചപ്പോൾ, ഈ കൊടുത്തിരിക്കുന്ന പരാതി വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2016 പ്രായപൂർത്തിയായിരുന്നു. ഒരു ദിവസം ഞാൻ കണ്ടപ്പോൾ അവരുടെ കൂടെ അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു. അതെന്താ പിന്നെ ഈ പരാതിയിൽ എവിടെയും ഇതിനെ മസ്കറ്റ് ഹോട്ടലിനെ കുറിച്ച് പറയാത്ത എന്താ? മസ്കറ്റ് ഹോട്ടലിലേക്ക് കഥ പോകുന്നില്ല, പരാതിയിൽ പോകുന്നില്ല. പറയുന്നത് നീള തിയേറ്ററിൽ വെച്ച് പ്രിവ്യൂ കണ്ടപ്പോൾ, അതായത് കഥ പകുതി സത്യമാണ്. കഥയിലെ സിദ്ദിഖിന്റെ നായക വേഷത്തിലുള്ള ഭാഗങ്ങൾ ശരിയാണ്, കഥ രണ്ടാം പകുതിയിലേക്ക് പോയിട്ടില്ല. അത് അന്വേഷിക്കേണ്ട സാധനമാണ്. ആ കേസ് ആ കുട്ടി പറയുന്ന ഡേറ്റ് എടുത്ത് മസ്കറ്റ് ഹോട്ടലിൽ ഇദ്ദേഹത്തിന് റൂം എടുത്തിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് പിന്നെ ബാക്കി നടപടികൾ സ്വീകരിക്കണം. പിന്നെ എന്തായാലും ഈ എന്താ പറയുക, ഈ കുട്ടിച്ചാത്തൻ അപ്പോൾ ഇവൻ ഇപ്പം എന്താ പറയുക തുരുതുര വന്ന് ആഘോഷിക്കുകയാണ്. അവൻ അത് ഇപ്പുറത്ത് നിന്ന് ആഘോഷിക്കുന്നു. അവനിപ്പോൾ ഈ നടന്നിരിക്കുന്ന നടിമാർക്ക് സംഭവിച്ചിരിക്കുന്ന ഈ മലയാള സിനിമയിൽ ഈ പെൺകുട്ടികൾക്ക് ഇത്രത്തോളം വലിയ ബുദ്ധിമുട്ട്, ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമൃത എന്ന് പറഞ്ഞ കോഴിക്കോട് സ്വദേശിനിയായ ഒരു പെൺകുട്ടി പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കോഴിക്കോട് സ്വദേശിനിയായിട്ടുള്ള അമൃത എന്ന് പറയുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റ്, അവർ പറയുന്നു അവരെ സിനിമയിലെ തന്നെ ഒരു വനിത, ഒരു സ്ത്രീ തന്നെ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാക്കണമെന്ന് അവരോട് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് അവർ 3 സിനിമകൾ ചെയ്തിട്ട് അവസാനിപ്പിച്ചു. 3 സിനിമകളെ ചെയ്തിട്ടുള്ളൂ, അവസാനിപ്പിച്ചു. അഡ്ജസ്റ്റ്മെന്റ് തയ്യാറല്ലെങ്കിൽ റോള് തരാൻ തയ്യാറല്ല എന്ന് പറയുന്നത്. അവർ ജേർണലിസ്റ്റ് കൂടിയാണ്. ആ കുട്ടി ജേർണലിസം പഠിച്ച കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി പറയുന്നു ഞാൻ ഇനി വരുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ സിനിമാ മേഖലയിൽ സംഭവിക്കുന്ന ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന അവസ്ഥകളിലുള്ള ഞെട്ടലോ ദുഃഖമോ ഒന്നുമല്ല ഇവൻ അത് ആഘോഷിക്കുകയാണ്. അതാണ് സംഭവിക്കുന്നത്.